ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി ഒരു ചക്കക്കുരു പായസം തയ്യാറാക്കാം. അതിന് ഞാനൊരു 1/2 കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിക്കാം. നമുക്ക് നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഞാൻ ഒരു 1/2 കിലോ ശർക്കര ഉരുക്കി ഒഴിച്ചതാണ്. അതിനകത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ച ചക്കക്കുരു ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്തിലേക്ക് നമുക്കൊരു 4-5 ഏലയ്ക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ ശർക്കരക്കകത്ത് കടന്ന് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല പശുവും പാലാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പായസം ഇളക്കി ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. എളുപ്പം നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇതാരും അറിയത്തില്ല ഇത് ചക്കക്കുരു പായസമാണ്. ഇത് കുടിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് വിരുന്നുകാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ നല്ല ഒരു ഐറ്റമാണ്. അവർക്കറിയത്തില്ല, ഇത് കുടിക്കുന്ന ആർക്കും അറിയത്തില്ല ഇതെന്ത് പായസമാണെന്ന്. പിന്നെ ഇത് നമുക്ക് ചക്കക്കുരു ഞാനിത് ഫുള്ളായിട്ടങ്ങ് അരച്ചെടുത്തതാണ്. ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെയും ചെയ്തിടാം. അന്നേരവും നല്ല ടേസ്റ്റാണ്. നല്ലതുപോലെ നമുക്ക് ഇളക്കിയിരിക്കണം. ഒന്ന് തിളച്ച് കുറുകി വരണം. നമ്മളൊരു പാൻ എടുത്ത് അതിനകത്തിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇതിലേക്ക് ചെറിയ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് നമ്മുടെ പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടപ്പോൾ നല്ല കടിക്കാനൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.